പ്രൈസ് ലോർഡ്. പല നിലവാരത്തിൽ ഭയത്തോടെ അല്ലെങ്കിൽ പരീക്ഷയോർത്ത് നാളത്തെ എക്സാമിനെ ഓർത്തൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. പല തോൽവികളും ഫേസ് ചെയ്തിട്ട് ഞാനതൊക്കെ എങ്ങനെ എഴുതിയെടുക്കും, ഞാൻ ആ എക്സാമിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും, എൻ്റെ ഈ കഴിവുകൊണ്ട് ഞാനതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും, എങ്ങനെ അതൊക്കെ നേടിയെടുക്കും, എനിക്ക് ആ സബ്ജക്റ്റ് ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുമോ, എനിക്ക് നാളത്തെ എക്സാം നന്നായി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് ഭാരത്തോടെ വേദനയോടെ ഹൃദയത്തിനകത്ത് സമാധാനമില്ലാതെ ഉറങ്ങാൻ കഴിയാതെ ടെൻഷൻ അടിച്ച് ഒക്കെ ഭാരപ്പെട്ടിരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാം, കത്താപ്പച്ചൻ പറയാ, നിൻ്റെ ദൈവമായ യഹോവയെന്ന ഞാൻ നിൻ്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. യേശുപ്പച്ചൻ പറയാ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും കുഞ്ഞെ, നീ ധൈര്യമായിട്ടിരിക്കുക, നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട, നിൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം നീ പഠിക്കുക, പ്രാർത്ഥിക്കുക, ബാക്കി യേശുപ്പച്ചൻ നിനക്ക് വേണ്ടി ചെയ്തു തരും. നിനക്ക് ജ്ഞാനമില്ലേ, നിനക്ക് ബുദ്ധിയില്ലേ, നിനക്ക് ഓർമ്മശക്തിയില്ലേ, നിനക്ക് പഠിക്കാനുള്ള പ്രാപ്തിയോ അല്ലെ എഴുതാനുള്ള പ്രാപ്തിയോ മെമ്മറി പവർ ഒന്നും കാണത്തില്ല. പക്ഷേ നീ വിശ്വസ്തയോടെ കർത്താപ്പച്ചൻ്റെ കരത്തിലേക്ക് നിൻ്റെ ഭാരത്തെ, നിൻ്റെ വിഷമങ്ങളെ, നിൻ്റെ പോരായ്മകളെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കർത്താപ്പച്ചൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. കർത്താപ്പച്ചൻ നിൻ്റെ കരത്തോട് കൂടെ ഇരിക്കും. ആ എക്സാം ഹോളിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. പല സമയങ്ങളിലും ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഞാൻ എക്സാമിന് സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നൊരു വചനമായത് 2010. അപ്പം നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ആ വചനത്തിൻ്റെ ഉറപ്പിനകത്താണ് ആ എക്സാം എഴുതാൻ പോയത്. കർത്താവ് നല്ലൊരു വിജയം തന്നു. അപ്പോൾ ഞാൻ എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും ഞാൻ കടന്നുപോയ ഓരോ സ്ട്രഗിൾസിലൂടെ കടന്നുപോയെന്ന ഇപ്പോൾ സ്റ്റിൽ ഒത്തിരി ഭാരത്തോടെ നാളെ പരീക്ഷയോർത്തൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പല സബ്ജക്റ്റിനും ഫെയിലായിട്ട് നാളെ അത് എന്നെയും കൊണ്ട് എഴുതിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്ത് ഭാരത്തോടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിൻ്റെ പരിമിതികളെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ച് എന്നെയും കൊണ്ട് ഇത് എഴുതിയെടുക്കാൻ കഴിയത്തില്ല എന്നൊക്കെ ഓർത്ത് ഇത് ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ ഓർത്ത് ഭാരത്തോടെ ഇരിക്കുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും അത് ഡ്രോപ്പ് ചെയ്യരുത്. പ്രാർത്ഥിച്ച് നിങ്ങളത് നേടിയെടുക്കുക. പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് സകലതും നേടിയെടുക്കാൻ സാധിക്കും. ഈ ലോകത്തിൽ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് ൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ യേശുപ്പച്ചൻ്റെ കര നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് അസാധ്യങ്ങളെ നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാനല്ല, അതിനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ എഫേർട്ട് എടുത്ത് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ബാക്കി കർത്താപ്പച്ചൻ്റെ കരത്തിൽ കൊടുക്കുക. ദൈവം എല്ലാം നന്നായിട്ട് ചെയ്യും. എല്ലാത്തിനെയും പുറകിൽ വലിയൊരു സാക്ഷ്യമാക്കട്ടോ. ഈ ഒരു പെയിനും ഈ ഒരു സ്ട്രഗിൾസും അല്ലെങ്കിൽ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ മെമ്മറിയിൽ അതിരിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് ഭാരത്തോടെ ഇരിക്കുന്നു. അതെല്ലാം വരും നാളുകളിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഓരോ ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ട് ദൈവം നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ എന്ന്, നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അത്ഭുതം തോന്നും. ആ സാഹചര്യമൊക്കെ കടന്ന് ദൈവം എന്നെ ഇത്രത്തോളം എത്തിച്ചല്ലോ, ഇത്രത്തോളം നല്ലൊരു ഭാവി എനിക്ക് എൻ്റെ കർത്താപ്പച്ചൻ തന്നല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് അന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സമാധാനം, സന്തോഷം, അല്ലെങ്കിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി കരയറ്റാനൊക്കെ പറ്റും. അതൊരു വലിയ ടെസ്റ്റിമണിയെ കേട്ടോ. നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസും പെയിനും ഒക്കെ കടത്തി വിടുന്നതിൻ്റെ പിന്നിൽ യേശുപ്പച്ചൻ ഒരു പദ്ധതി വെച്ചാൽ നാളെ ഇതുപോലെ ഒത്തിരി കുഞ്ഞുങ്ങളെ ഒരുപാട് പേരെ ബലപ്പെടുത്താനും എൻകറേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ദൈവം നമ്മളെ ഉപയോഗിക്കുക. ദൈവം നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഇതൊരു ഒരു പരാജയം ഒന്നുമല്ല. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. നമ്മൾക്ക് ബുദ്ധി തരാനൊക്കെ യേശുപ്പച്ചൻ. ചിലപ്പോൾ കർത്താവ് നമ്മൾക്ക് ദൈവം നമ്മൾക്ക് കുറച്ച് പരിമിതികളൊക്കെ വരുത്തുന്നതും അല്ലെങ്കിൽ ചില പെയിനകത്തൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തി വിട്ടിട്ട് ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു നിലവാരത്തിൽ നമ്മളെ എത്തിക്കുന്നതിൻ്റെയൊക്കെ പുറകിൽ ഒരു വലിയ സാക്ഷ്യത്തിന് വേണ്ടിയില്ല, ഒത്തിരി പേരെ മോൾഡ് ചെയ്യാൻ. നീ കടന്നുപോയ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഇന്ന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകണം, നിനക്ക് അവനെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ എൻകറേജ് ചെയ്യാനും അവരെ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് താങ്ങാനൊക്കെ കഴിയണമെങ്കിൽ നീ ആ ഘട്ടത്തിലൂടെ കടന്നുപോയ വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ പെയിനെന്ന് പറഞ്ഞാൽ അതെല്ലാം യേശുപ്പച്ചന് വലിയ പദ്ധതിയാണ്. നമ്മളിപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർക്കും. പക്ഷേ യേശുപ്പച്ചൻ നമ്മളുടെ ഫ്യൂച്ചർ കൂടെ കണ്ടാൽ ദൈവം നമ്മളെ പണിയുന്നതും നമ്മളെ ഓരോ ഘട്ടത്തിലൂടെ കടത്തി വിടുന്നതും എല്ലാം നന്മയ്ക്കാണ്. വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ നിങ്ങളുടെ ഭാവിയുടെ ഓരോ ഘട്ടത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ
ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും, കർത്താവ് എന്തിനു വേണ്ടിയാണ് എന്നെ ആ സ്ട്രഗിൾസിലൂടെയൊക്കെ കടത്തിവിട്ടതെന്ന്. അതെല്ലാം നന്മയ്ക്ക്. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂടെയുണ്ട്. ഹോളി സ്പിരിറ്റ് നിങ്ങളെ സഹായിക്കും. ആ എക്സാം ഹോളിനകത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏത് മേഖലയും ആയിക്കോട്ടെ, പല കുഞ്ഞുങ്ങളും ഒന്ന് വായിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, മെമ്മറി പവർ ഇല്ലാത്തവർ, അല്ലെങ്കിൽ എഴുതാൻ പോലും ബുദ്ധിമുട്ടുന്ന പല കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട കേട്ടോ. നിങ്ങളെക്കൊണ്ട് കഴിയും. യേശുപ്പച്ച നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിൻ്റെ കരത്തിലേക്ക്, ദൈവത്തിൻ്റെ കരത്തിൽ എല്ലാം ഭരമേൽപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല ബുദ്ധിയിലും നടത്തും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കും, നിങ്ങളെ സകലത്തിനും പ്രാപ്തരാക്കി മാറ്റും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൽ ഭാരത്തെ ഭരമേൽപ്പിക്കുക. കർത്താവ് നിന്നെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെയുണ്ട്.